Magic morning. Magic morning. Okay. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നുണ്ട്. പ്രവീണ മാം ഒരുപാടായല്ലോ കണ്ടിട്ട്. അതെയോ? ഞാനെന്താ വരാറുണ്ട് എല്ലാ ആഴ്ചയും അല്ലേ മണി സാറേ? ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് സെഷനിലേക്ക് പോവാം അല്ലേ? എല്ലാരും റെഡി അല്ലേ? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ഓക്കെ, അപ്പം താങ്ക് യു ഷീജ മാം. ഓക്കെ, അപ്പം ഞങ്ങൾക്കറിയാം മിറർ വർക്ക് എന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് പ്രവീണ മാം വന്നിട്ടുള്ളത്. മിറർ നമുക്കറിയാം അല്ലേ, നമ്മളെല്ലാവരും എല്ലാ സമയത്തും എന്ന് പറയാം, ഏറെക്കുറെ സമയത്തും കണ്ണാടിയിൽ നോക്കുന്നതാണ്. അപ്പം എന്താണ് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് മാം ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. സാധാരണ ഡ്രസ്സിലെല്ലാം ഈ മിററിനെ കൊണ്ട് ചെറിയ ആർട്ട് വർക്ക് എല്ലാം ചെയ്യാറുണ്ട്. അതായിരിക്കും എന്നുള്ള, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അത് എങ്ങനെ നമ്മളെ ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആയിരിക്കും. വേറെ രീതിയിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള പല അതിനോട് കണക്റ്റഡ് ആയിട്ട് വേറെ സബ്ജക്റ്റ് വരും എന്ന് വിചാരിക്കും. കണ്ണാടിയിൽ നോക്കി സെൽഫ് ടോക്ക് നടത്തുക, സ്വയം വിലയിരുത്തുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, താങ്ക് യു ദീപ മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടി. ഓക്കെ, താങ്ക് യു ഷീജ മാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രവീണ മാമിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. മാം സെഷനിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. അല്ലെ, മുഫീദ വളരെ പുഞ്ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഇന്ന് മാജിക് മോർണിംഗ് ഒക്കെ പറഞ്ഞത് അല്ലെ. നമുക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ എല്ലാവരും ഇതേപോലെ വീഡിയോ ഒക്കെ തുറന്ന് whatever it is, നിങ്ങൾ ഏത് സ്ഥിതിയിലാണെങ്കിലും വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഓൺ ചെയ്ത് സെഷനിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മിറർ വർക്ക് പാർട്ട് 1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇപ്പൊ നേരത്തെ ദീപ പറഞ്ഞതുപോലെ ഒരു പ്രോസസ്സാണ്. മിററിൽ വർക്ക് ചെയ്ത് മിററിൽ നോക്കി പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഷെയർ ചെയ്യുന്നത്. ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? പ്രശസ്തയായ ഒരു സൈക്കോളജിക്കൽ ട്രെയിനറാണ്, ഒരു ഹീലറാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞ ചില മിറർ വർക്കിലേക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നത്. വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ്. ഞാനിപ്പോ ഇരിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്താണ്. അറ്റ് ദ റൈറ്റ് ടൈം, ശരിക്കുമുള്ള കൃത്യമായിട്ടുള്ള സമയത്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്, ഞാൻ ചെയ്യുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലൂയി ഹേ എന്ന് പറഞ്ഞ പ്രശസ്തയായ ഒരു ഹീലറാണ് ഇതിന് പിന്നിൽ. ഈ ഒരു വാക്കുകൾക്ക് പിന്നിൽ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ. നമുക്ക് ഇതിപ്പോ ചെയ്ത് ശരിയായില്ല, കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ പോയത് ശരിയായില്ല, അല്ലെങ്കിൽ ഈ സമയത്തായിരുന്നില്ല ഞാനത് ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മൾ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു, എന്നാൽ എനിക്ക് കൃത്യമായിട്ട് ബസ് കിട്ടുമായിരുന്നു, ഇത് ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു, അല്ലെങ്കിൽ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു, ഇപ്പോഴേ എനിക്ക് ചെയ്യണം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഒഴിവാക്കാനായി ലൂയി ഹേ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് എപ്പോഴും പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു സ്വയം ഒരു ജഡ്ജ്മെന്റ് തോന്നുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. ഞാനിപ്പോ ചെയ്യുന്നത്
കൃത്യമായിട്ടുള്ള സമയത്തും കൃത്യമായിട്ടുള്ള കാര്യവും എല്ലാ കൃത്യതയോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈവൺ അത് അപ്പൊ ചെയ്യേണ്ടതല്ലെങ്കിൽ പോലും പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കൃത്യതയും അത് അതിൻ്റെതായ സമയത്ത് ചെയ്യാനുമുള്ള ഒരു വ്യക്തത നമ്മളിൽ ഉടലെടുക്കും എന്നാണ് അവർ പറയുന്നത്. ചില സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ ചില സമയത്ത് ഇത് ഇപ്പൊ ചെയ്യാൻ പാടാം, ഒട്ടന്നെ ഈ ഒരു സെന്റൻസ് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുക, ഐ ആം ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് പറയുമ്പോൾ ഈവൺ അത് നമുക്ക് തെറ്റാണെന്ന് തോന്നാറുണ്ട്, അതിന് നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ സമയം അത് കൃത്യമായിട്ടുള്ള സമയമാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തും. പിന്നീട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അവബോധം സൃഷ്ടിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ഒരു ലൂയി ഹേ പറഞ്ഞ, അല്ലെങ്കിൽ അവർക്ക് ഹീലിംഗ്, അവർ ബ്രസ്റ്റ് ക്യാൻസറിന് ഉടമയായിരുന്നു. ഒരു ഗുളിക പോലും കഴിക്കാതെ സ്വന്തം രോഗം 2 പ്രാവശ്യം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടും അതിൽ നിന്നെല്ലാം ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോലും എടുക്കാതെ, ഒരു ഗുളിക പോലും കഴിക്കാതെ അവരതിൽ ഹീൽ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരതിന് പ്രധാനമായും ഹീൽ ചെയ്യപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ഈ മിറർ വർക്ക്. നേരത്തെ ദീപു പറഞ്ഞതുപോലെ ഒരു മിററിൽ കൂടെ തന്നെ കണ്ട് തന്നെ ഹീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലൂയി ഹേ എത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിലൂടെ അവർ പൂർണ്ണമായും അതിൽ നിന്ന് വിമുക്തയായി ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് അവർ റിലീസ് ചെയ്യപ്പെട്ടു എന്നും പറയപ്പെടും. അത് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. മെഡിക്കൽ സയൻസ് പോലും അത്ഭുതത്തോട് കൂടിയിട്ടാണ് അത് കണ്ടത് എന്ന് കൂടി പറയുന്നു. അപ്പൊ എന്താണ് ഒരു മിറർ വർക്ക്? ഒരു പക്ഷെ ഒരു കോവിഡ് കാലത്ത് ചില പ്രത്യേക ഒരു അവസരങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട എനിക്ക് ഈ ഒരു മിറർ വർക്ക് എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്കൊരു ബുക്കായിട്ട്, ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് എനിക്ക് സമ്മാനിച്ചത്. 21 ദിവസം അതിൽ പറയുന്ന ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഒരുപാട് ഡീറ്റെയിൽസ് മിറർ വർക്കിന്, ലൂയി ഹേയുടെ മിറർ വർക്കിനൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹീലിംഗ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മിറർ വർക്ക് വളരെ മിറാക്കിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഉറപ്പാണ്. ഞാനിത് അനുഭവ സാക്ഷിയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇത് ഇപ്പൊ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഈ മിറർ വർക്കിനെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാനും അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തത്. കാരണം 5 വർഷങ്ങൾക്ക് മുന്നേ, കോവിഡ് കഴിഞ്ഞൊരു 5 വർഷമായി, ഈ കോവിഡ് കാലത്താണ് ഞാൻ ഈ മിറർ വർക്ക് എന്ന ഒരു തിയറിയിലേക്ക് എത്തുന്നതും അത് എന്റെ കയ്യിൽ ഒരു സമ്മാനമായിട്ട് വന്നു ചേരുകയായിരുന്നു. എനിക്ക് അത്തരം ഒരു സിറ്റുവേഷനിലൂടെ അന്ന് കടന്നു പോകേണ്ടി വന്നപ്പോൾ എന്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണ് മിറർ വർക്ക്, ലൂയി ഹേയുടെ മിറർ വർക്ക്. അന്ന് 21 ദിവസം ഡെഡിക്കേറ്റഡ് ആയി ഒറ്റ ദിവസം പോലും മിസ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള സമയത്ത് അത് ചെയ്ത് ഒരുപാട് ഹീലിങ്ങിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മിറാക്കിൾ ഞാൻ അനുഭവിച്ച വ്യക്തി കൂടിയാണ്. അപ്പൊ അവർ ഈ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായി 21 ദിവസം നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചില പ്രിക്കോഷൻസ് അവർ പറയുന്നുണ്ട്, ചില പ്രൊസീജിയേഴ്സ്, അതിന്റെ മുന്നിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയേണ്ടതെന്നും എന്തൊക്കെ അഫർമേഷൻ ആണ് പറയേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. കാരണം ഈ അഫർമേഷൻ വളരെ ശക്തിയുള്ള നമുക്കറിയാം. നമ്മൾ വെറുതെ പറയുന്നത് പോലും, നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നത് പോലും അതൊരു അഫർമേഷൻ ആയി മാറുന്നു എന്നാണ് പറയുന്നത്. വെറുതെ നമുക്ക് ഒരു ആവശ്യമില്ലാതെ നമ്മൾ തമാശയ്ക്ക് പോലും ചിലപ്പോൾ കൂട്ടുകാർക്കിടയിലൊക്കെ നമ്മൾ തമാശയ്ക്ക് പോലും പറയുന്ന വാക്കുകൾ അതൊരു അഫർമേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹീലിങ്ങിനായി, നമ്മുടെ ലക്ഷ്യത്തിലേക്കായി, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്കായി വെച്ചുകൂടാ? അപ്പൊ അതിലേക്ക് കൂടുതൽ അവബോധം വരുത്തുവാൻ ഈ മിറർ കൂടി നമ്മളെ ഒരുപാട് സഹായിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഹീലിംഗ് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ ഇത് വളരെയധികം സഹായിക്കും. അപ്പൊ ഈ മിറർ വർക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രാവിലെ നമ്മളൊക്കെ എണീറ്റാൽ ആദ്യം ചെയ്യുന്ന ഒരുപക്ഷെ ബി മാജിക്കിലുള്ളവരൊന്നും ചിലപ്പോൾ അത് ചെയ്യാറുണ്ടാവില്ല. ആദ്യം നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും. ചിലരൊക്കെ കൂടുതൽ സമയം ഇപ്പൊ ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ മൊബൈൽ ഉപയോഗം രാവിലെ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് വളരെ കുറവാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന, ആദ്യം എടുത്ത് മൊബൈൽ എടുത്ത് നോക്കും, കുറച്ച് അതിൽ വല്ല മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കും, നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് രാത്രി അയച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അത്തരം ഒരു ചടങ്ങിലേക്കാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. പക്ഷെ ഈ സമയം അതിൽ നിന്ന് മാറി ഒരു കണ്ണാടിക്ക് മുന്നിൽ, അവർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കണ്ണാടി എന്ന് പറയുന്നത് ബാത്റൂം മിററാണ്. ബാത്റൂമിലൊക്കെ മിറർ വെക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ ആ മിററിന് മുന്നിൽ നിന്ന് വേണം ഈ ഒരു
മിറർ വർക്ക് തുടങ്ങാൻ എന്ന് അവർ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി അത് അങ്ങനെ ഒരു സാധ്യമല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ട് നമ്മുടെ കൈകളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഭിത്തിയിൽ പതിപ്പിച്ച ഏതെങ്കിലും ഒരു മിറർ ആയാലും മതി. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ കയ്യിൽ എങ്കിലും നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കണം എന്ന് കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ അവർ പറയുന്നത്. ബി ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ആദ്യം എഴുന്നേറ്റ ഉടനെ, ഒരു പക്ഷെ എഴുന്നേറ്റ ഉടനെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. ഓ, രാവിലെ എന്നെ കണ്ണാടിയിൽ കാണാൻ ഒരു ഭംഗിയില്ല. പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആളെയാണത്രേ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വ്യക്തി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് സൈക്കോളജി പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, എഴുന്നേറ്റ ഉടനെ ഒരു കണ്ണാടിക്ക് മുന്നിൽ കഴിയുന്ന ഒരു ബാത്റൂം മിററിന്റെ മുന്നിൽ പോയി നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക എന്ന് പറയും. നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞായി നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളോട് ഏറ്റവും സ്നേഹത്തിൽ മറ്റുള്ളവർ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അതേ ടോണിൽ വളരെ ശാന്തമായി കുഞ്ഞു സെന്റൻസ് പറയാൻ നിങ്ങൾ ആരംഭിക്കണം എന്നാണ് പറയുന്നത്. ഇത് 1-ാം ദിവസമാണ് ഈ മിറർ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ വ്യക്തി പറയുന്നത്, ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മിറർ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വിത്തിൻ ഡേയ്സ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിൾസും ചേഞ്ചസും വരുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. അപ്പം എഴുന്നേറ്റ ഉടനെ ഒരു മിററിൽ, ഒരു ഭിത്തിയിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു മിററിൽ പോയി നോക്കുക. ബാത്റൂം മിറർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ മുന്നിൽ പോയി നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളെ തന്നെ ഒരു കുഞ്ഞായി നിങ്ങൾ അവിടെ കാണുക. അതായത് നിങ്ങളോട് എങ്ങനെയാണോ നിങ്ങൾ മറ്റുള്ളവർ സ്നേഹത്തോടു കൂടി, ചിലപ്പോൾ നിങ്ങളൊരു സ്നേഹം എന്നൊരു കുറച്ച് ഒച്ചത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു വളരെ കുഞ്ഞു കുട്ടികളോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ ഒരു ടോണിലായിരിക്കും. അതേ ടോണിൽ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുക എന്നവർ പറയുന്നത്. അപ്പൊ നിങ്ങളെ പേര്, ഇപ്പൊ എന്റെ പേര് പ്രവീണ എന്ന് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഷീല മാം, ഹായ് ഷീല എന്ന് വേണം വിളിക്കാൻ എന്നാണ് പറയുന്നത്. ഹായ് ജ്ഞാനം എന്ന് വിളിക്കണം എന്നവർ പറയുന്നു. അപ്പൊ അങ്ങനെ ഹായ് മണി എന്ന് പറയണം. അതായത് നിങ്ങൾ സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിക്കുക. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി, കണ്ണുകളിലേക്ക് നോക്കി എന്നോട് പറയുന്നത് പോലെ ഹായ് പ്രവീണ, യു ആർ പെർഫെക്റ്റ്ലി ഹെൽത്തി എന്ന് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ ഐ ലവ് യു. ഇവിടെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് പ്രവീണ, പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ശാന്തതയോടുകൂടി നിങ്ങളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട എങ്ങനെയാണോ ഒരാള് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് അതേ ടോണിൽ നിങ്ങളോട് സംസാരിക്കണം എന്നവർ പറയുന്നു. ഈ മിററിന്റെ മുന്നിൽ നോക്കി, ആ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളെ ഒരു കുഞ്ഞായി കണ്ട് ഹായ് പ്രവീണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള പേരാവണമെന്നില്ല, ഒരു നെയിം ഉണ്ടാവും, അത് നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർത്ത് പറയാം. ഐ ലവ് യു. ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം രാവിലെ എഴുന്നേറ്റ് കൊടുത്ത് നമുക്ക് പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അതൊന്നും ജഡ്ജ് ചെയ്യേണ്ട എന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോ നേരത്തെ ദീപ പറഞ്ഞു, നമ്മുടെ മിറർ വർക്കിൽ നോക്കി നമ്മുടെ വിലയിരുത്താൻ, ഇവിടെ വിലയിരുത്തലുകൾക്ക് പ്രാധാന്യമില്ല, ഒരു ജഡ്ജ്മെന്റും ചെയ്യരുത് എന്നാണ് പ്രത്യേകമായിട്ട് അവരെടുത്തു പറയുന്നത്. ജഡ്ജ്മെന്റിന് ഇവിടെ പ്രാധാന്യമില്ല. ഇനി ആദ്യത്തെ ദിവസം പറയേണ്ടത് നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുക. എന്നിട്ട് സന്തോഷത്തോടെ വളരെയധികം ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പേര് ചൊല്ലി ഐ ലവ് യു എന്ന് പറയാൻ ശ്രമിക്കുക. ഒരു പക്ഷെ ഇത് പറയാൻ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതൊന്നും ജഡ്ജ്മെന്റിലേക്ക് കൊണ്ടുവരരുത് എന്ന് കൂടി പറയുന്നു. ഇത് എത്ര തവണ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ അവര് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ കൈകൾ കൊണ്ട് എണ്ണണം യാതൊരു നിർബന്ധവും ഇല്ല. ഒരുപാട് തവണ ഇത് പറഞ്ഞ് ശീലിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു ജപമാലയോ എന്തെങ്കിലും കയ്യിൽ കരുതാം. എന്നിട്ട് 100 പ്രാവശ്യം നിങ്ങളുടെ ആ ബാത്റൂം മിററിലേക്ക് നോക്കി, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കുഞ്ഞിനോട് എന്ന പോലെ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ഹായ് ഷീല, ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു ചിന്തകളൊക്കെ, ഇവിടെയൊക്കെ നരിച്ചു,
ഞാൻ എന്ത് സുന്ദരിയായിരുന്നു എന്നുള്ള ജഡ്ജ്മെന്റിലേക്ക് പലപ്പോഴും പോവും. ഞാൻ എന്റെ മുടിയൊക്കെ നരച്ചു, വയസ്സായി, ചുളിവുകളൊക്കെ വീണു എന്ന തോന്നലിലേക്ക് ഒന്നും പോകരുത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യേണ്ടതില്ല. ആസ് ഇറ്റ് ഈസ്, നമ്മളിപ്പോ എങ്ങനെയാണോ എഴുന്നേറ്റ ഉടനെ എങ്ങനെയാണോ നമുക്ക് നമ്മളെ കാണുന്നത് അതേപോലെ മുന്നിൽ പോയി നിന്ന് പറയണം എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ കൂടെ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പറയാം. ഹായ് ധ്യാനം, ഐ ആം വില്ലിംഗ് ടു ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കാൻ തയ്യാറാണ്. നിന്നെ സ്നേഹിക്കാൻ, ഐ ലവ് യു എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ എം വില്ലിംഗ് ടു ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കാൻ തയ്യാറെടുക്കുകയാണ്, ഞാൻ അതിന് തയ്യാറാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് 2-ാം ദിവസമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതും പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, കാരണം തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. ഇനി 3-ാമത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറയുന്നു. ഹായ് മണി, ഐ ആം വില്ലിംഗ് ടു ലേൺ ടു ലവ് യു. നിന്നെ സ്നേഹിക്കാൻ, അതിനെ എങ്ങനെ വേണമെന്ന് പഠിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇതൊരു പഠനമാണ്. നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, എനിക്ക് എന്തോ മറ്റുള്ളവരെ വലിയ സ്നേഹിക്കാനോ അവരെ ആക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് പറ്റാറില്ല. എങ്കിൽ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മെ സ്നേഹിക്കാനോ നമ്മെ സ്വീകരിക്കാനോ നമ്മെ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാനും ഒന്നും സാധിക്കാതെ വരുന്ന നമ്മളോട് പൊറുക്കാനും നമ്മെ സ്നേഹിക്കാനും കഴിയാതെ വരുമ്പോഴാണ് തിരിച്ചറിയുക. ആരോടെങ്കിലും ദേഷ്യവും ഒരു പകയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മളോട് നമ്മൾ പക കാണിക്കുന്നുണ്ട്, നമ്മളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരുടെ ദേഷ്യം തോന്നാനും ഒക്കെ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത്തരം ദേഷ്യത്തിലേക്ക് പോകില്ല എന്ന് പറയുന്നു. കാരണം നമ്മെ സ്നേഹിക്കാനും നമ്മളോട് പൊറുക്കാനും നമ്മെ ഉൾക്കൊള്ളാനും എന്ത് അവസരത്തിലൂടെ കടന്നു പോയ തോൽവി പോലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞ് നമ്മെ ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എന്ന് കൂടി പറയുന്നു. എന്നൊരു പക്ഷേ SLCയുടെ ഒരു റിസൾട്ട് കൂടി വരുന്ന സമയമാണ്. ഒരുപാട് പേര് ഇന്ന് വളരെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന ഒരു അവസരം, ഒരുപാട് കുഞ്ഞുങ്ങൾ അതിന്റെ പിന്നിൽ വളരെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആരുടെങ്കിലും ഒക്കെ വീടുകളിൽ അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അവരുടെ റിസൾട്ട് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ റിസൾട്ട് കാണുമ്പോൾ വിഷമമല്ല, പണ്ട് എപ്പോഴും നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചത് നടക്കാതെ പോയ, നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാതെ പോയ ഒരവസ്ഥയിൽ നിന്ന് തോന്നുന്ന ഒരു വികാരമാണെന്ന് ഉറപ്പിക്കുക. അവരെന്ത് തന്നെ ആയാലും അത് നേടിയത് അതിന് പിന്നിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അത് ഉൾക്കൊള്ളാനും ആ രീതിയിൽ അതിനെ സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കുട്ടികളാണെങ്കിൽ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ് 8A+ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കുന്നത് ഈ 2A+ എവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ഈ 2A+നെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ ചോദ്യം ചെയ്യാതെ നമ്മുടെ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ചോദ്യമാണ് മറ്റുള്ളവരെ ഇങ്ങനെ പറയും നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറത്തു വരുന്നത് ഓർക്കുക. കാരണം എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട്, അത് അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങളായിട്ട് വന്ന പോലെ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല കേട്ടോ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മെ എപ്പോഴൊക്കെയോ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ നമ്മളോട് ക്ഷമിക്കാനും നമ്മെ സ്വീകരിക്കാനും പറ്റാത്തൊരവസ്ഥയിലൂടെ പോയപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നാം അറിയാതെ അത്തരം ഒരു കമന്റുകളിലേക്ക് പോകുന്നു എന്ന് പറയും. ഇനി നമ്മുടെ പ്രോസസ്സിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ ബാത്റൂം മിററിൽ പോയി ഈ ഒരു സെന്റൻസ്, ഹായ് പ്രവീണ, ഐ റിയലി ലവ് യു. ഇനി അത് ഒന്നുകൂടി ഉറപ്പിച്ച് ഒരുപാട് സ്നേഹത്തോടു കൂടി പറയണമെന്നുണ്ടെങ്കിൽ, ഹായ് പ്രവീണ, ഐ റിയലി ലവ് യു എന്ന ടോണിലൊക്കെ ഒരു മാറ്റം വരുത്തി ഒരുപാട് സ്നേഹത്തോടു കൂടി കണ്ണുകളിലേക്ക് നോക്കി മിനിമം ഒരു 100 തവണയെങ്കിലും രാവിലെ പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സന്തോഷമായിരിക്കും, അതൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണം എന്ന് കൂടി ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയ ചിലപ്പോൾ സങ്കടമായിരിക്കാം, കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും,
ചിലപ്പോൾ ഒന്നുമില്ലാത്തൊരു വികാരം ഇല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്. ഇത് പറയുന്നത് എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. തോന്നുന്നത് എന്തായാലും നിങ്ങൾ ഒരു പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തണം എന്ന് കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് തോന്നിയ ചിന്ത പോലും, ഞാനിപ്പോ എന്തിനപ്പോ ഇതൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ ചിലപ്പോൾ പോകും. ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്? ഇതൊരു ചിന്തയാണ്. ഈ ചിന്തയും നിങ്ങൾ ഒരു പുസ്തകത്തിൽ അതിനുശേഷം രേഖപ്പെടുത്തണം എന്ന് പറയുന്നു. ഇനി അതിനുശേഷം ഇത് ഇവിടെ പ്രോസസ് കഴിയുന്നില്ല. വീണ്ടും ഒരു 6 മണിക്കൂറിന് ശേഷം, അതായത് ഒരു ഉച്ചയോടുകൂടി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു 6 മണിക്കൂറിന് ശേഷം, നിങ്ങൾ എപ്പോഴാണോ ഇത് ചെയ്യുന്നത് അതിനുശേഷം ഒരു 6 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തയും നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സും എഴുതി വെക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് കൂടാതെ വീണ്ടും കിടക്കുന്നതിന് മുന്നേ, ബിഫോർ ദ ബെഡ് ടൈം, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെയും നിങ്ങൾ അപ്പോൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെയും കൂടി രേഖപ്പെടുത്തണം എന്ന് കൂടി നമ്മെ അവർ ഓർമ്മപ്പെടുത്തുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇപ്പൊ നമുക്ക് കിട്ടില്ല. കാരണം തുടങ്ങിയിട്ട് 1ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. ഓർക്കണം, ഇത് 21 ദിവസം, ഒരു 2 ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും എന്തിനാണ് ഞാനിത് രേഖപ്പെടുത്തിയത് എന്നൊരു ഉത്തരം നിങ്ങളിൽ തന്നെ വന്നു തുടങ്ങും എന്ന് അവർ പറയുന്നു. ഇത് സാക്ഷ്യമാണ്, തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യം മുതലേ പറയുന്നതാണ്, മിറാക്കിൾസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഈ ഒരു ഇമോഷൻസ് കൂടി, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ കൂടി നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ഇതിനു വേണ്ടി ഒരു പുസ്തകം പോലും നിങ്ങൾക്ക് ഒരുക്കി വെക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് മിറർ വർക്ക് എന്ന ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നും വളരെ ഒരു എന്താ പറയാ, ഒരു രാമായണം അല്ലെങ്കിൽ ഭാഗവതം അത്തരം ഒരു ഖുറാനൊക്കെ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതേപോലെ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ള മിറർ വർക്ക് എന്നുള്ളത്. അത് വീട്ടിൽ വളരെ ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു മിറാക്കിൾസ് ഞാൻ തീർച്ചയായിട്ടും കടന്നുപോയ ഒരു വ്യക്തിയാണ്. അന്ന് അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഏറെ ധൈര്യം പകർന്ന ഒരു വസ്തുതയാണ് ഇത്. എനിക്ക് ഒരുപാട് വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി വെറും 1 2 ദിവസത്തെ ഒരു പരിചയത്തിലൂടെ കിട്ടിയ ഒരു വ്യക്തിയാണ് എനിക്കിത് സമ്മാനിച്ചത്. ആ സമ്മാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ക്ലാസ്സിനെ കുറിച്ച് കേൾക്കാൻ ഇടയായപ്പോൾ വീണ്ടും അത് ഒരുപാട് ഹീലിംഗ് ആവശ്യമായ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആർക്കും ഇത് പറഞ്ഞു കൊടുക്കാം. ഇത് ഓരോ ദിവസവും അവർ പറഞ്ഞ പ്രകാരമുള്ള വർക്കിലൂടെ, അതായത് ആ ഒരു സ്റ്റെപ്പിലൂടെ മാത്രം ഒരു പേജ് വായിച്ച് തൊട്ടടുത്ത ഡേയിലേക്ക് കടക്കരുത്. നമ്മൾ ഒരിക്കലും 2 കൂടി ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കും. ആദ്യത്തെ ദിവസം എന്താണോ പറയുന്നത് അത് മാത്രം, പ്രവീണ ഐ റിയലി ലവ് യു എന്ന് മാത്രമേ അവർ ആദ്യത്തെ ദിവസം പറയാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം ഈ സെന്റൻസ് വീണ്ടും അതിനെ ഒന്നുകൂടി വലുതാക്കി, ഐ ആം വില്ലിംഗ് ടു ലവ് യു, നിന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് തന്നെയാണെങ്കിലും തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് 2ാമത്തെ ദിവസമാണ് പറയുന്നത്. അത് 1ാമത്തെ ദിവസത്തിലേക്ക് എളുപ്പം കൂട്ടിച്ചേർക്കരുത്. 1ാമത്തെ ദിവസത്തെ കാര്യം മാത്രം ചെയ്യുക. 6 മണിക്കൂർ ശേഷം മനസ്സിൽ തോന്നുന്ന ചിന്തകളെയും വികാരങ്ങളെയും രേഖപ്പെടുത്തുക. വീണ്ടും ബെഡ് ടൈമിന് മുന്നേ നിങ്ങൾ വീണ്ടും ആ ഒരു ചിന്തകളും വികാരങ്ങളും വീണ്ടും രേഖപ്പെടുത്തണം എന്ന് പറയും. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഒരു 5 6 ദിവസം കഴിയുമ്പോഴേക്കും അതിനുള്ള വ്യക്തത കിട്ടും. അത് ഞാൻ ഇപ്പോ പറയുമ്പോഴും വീണ്ടും നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഒരു ജഡ്ജ്മെന്റിന്റെയും ആവശ്യമില്ല. ചിലപ്പോ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പണ്ട് ആരോ നമ്മൾ ഇത്രയും സ്നേഹത്തിലൂടെ പറഞ്ഞ വ്യക്തികളെ ഓർത്തേക്കാം, സംഭവങ്ങളെ ഓർത്തേക്കാം. ഒന്നിനെയും ഇപ്പൊ ഞാൻ എന്തിനത് ഓർത്തു എന്ന് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് അത് വന്നു, ആ ചിന്തകളെ അവിടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. ഒരു ചിന്തയെയും ഒരു സംഭവത്തെയും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാതെ, ജഡ്ജ് ചെയ്യാതെ രേഖപ്പെടുത്തുക മാത്രം ചെയ്യുക. ഇതിന് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില കഥകൾക്ക് വ്യക്തമായ തുടക്കം കാണില്ല. അതായത് ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, അതിന് പ്രത്യേകിച്ച് തുടക്കമൊന്നും കാണില്ല. എന്നാൽ അതിന് മധ്യഭാഗത്തോ അത്ര വലിയ സുഖകരമാവില്ല. ഈ മധ്യഭാഗവും അവരുടെ ജീവിതം സുഖകരമാകണം എന്നില്ല. എന്നാൽ ഒടുക്കവും അതും സുഖകരമാകണം എന്നില്ല. അതായത് ഏത് നിമിഷവും എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ നിമിഷത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കാം, അത്
ഏറ്റവും സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് കടന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ മിറർ വർക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഓ വൈകുന്നേരം അത് ചെയ്യണമല്ലോ, വൈകുന്നേരം തിരിച്ചു പോകണമല്ലോ, ബസ്സിന് നല്ല തിരക്കായിരിക്കുമല്ലോ, അല്ലെ വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം പണികളുണ്ട്, ആ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ആവോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന വർക്കിലൂടെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അത്തരം ശീലങ്ങളില്ല. ഈ നിമിഷം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അവബോധത്തോടു കൂടിയല്ല പലപ്പോഴും ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പത്തെ ഒരു നിമിഷത്തിലേക്ക് കടന്നു വരാൻ ഈ ഒരു നോട്ടും നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസും നിങ്ങളെ വളരെയധികം സഹായിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാനും തയ്യാറെടുക്കുകയാണ്. കാരണം ഇതിന്റെ മിറാക്കിൾ അത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ വീണ്ടും അതിലേക്ക് ഇറങ്ങാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഇതൊന്നും കുഞ്ഞുനാളിലെ പഠിച്ചിട്ടല്ല നമ്മൾ വളർന്നത്. ഇത് ജീവിതത്തിന്റെ വഴികളിൽ എവിടേക്കോ കണ്ടുമുട്ടി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ വീണ്ടും 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 നമ്മുടെ കുഞ്ഞുകാലത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മളെ പഴയതിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പാണ്. ആ പഴയതിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു പടി മുന്നിലേക്ക് ചിന്തിക്കാൻ, ഒരു പടി മുന്നിലേക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിലേക്ക് നമ്മെ കൊണ്ടുവന്ന ഈ വ്യക്തി നമുക്ക് സമ്മാനിച്ച മിറർ വർക്ക് എന്ന വിഖ്യാതമായ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എല്ലാവർക്കും 21 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വളരെ വിഖ്യാതമായ ഈ ഒരു മിറർ വർക്ക് കാണിക്കുന്ന, നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്ന മിറാക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. എന്തായാലും ഈ ഐ ലവ് യു ടെക്നിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. 21 ദിവസം ഞാനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അതേപോലെ കണ്ണാടിയിൽ നോക്കി, കാരണം എനിക്ക് ഹോസ്റ്റലിലായതുകൊണ്ട് അവിടെ കണ്ണാടി ഇല്ല. അപ്പൊ എന്റെ കയ്യിലുള്ള കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. മിറാക്കിൾസ് വന്നുകൊണ്ടേയിരിക്കും. എന്താണ് മിറാക്കിൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും വലിയ വലിയ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ. എനിക്ക് വരുന്ന മാറ്റം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ മുന്നിൽ വരുന്ന വലിയ വലിയ നമ്മുടെ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ മറ്റു പണമോ ഇതൊന്നുമല്ല. ഉള്ളിൽ വരുന്ന ഒരു മാറ്റത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. അപ്പം 21 ഡേയ്സിലേക്കുള്ള ഒരു ചലഞ്ച് തന്നെ പറയാം അല്ലെ പ്രവീണ മാം? ഓക്കെ, അപ്പം ഇന്ന് മുതൽ പ്രവീണ മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഞാനും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഷീല മാം പറഞ്ഞോളൂ. ഹലോ ഷീല മാം ബ്രേക്ക് ആവുന്നുണ്ടോ? സ്റ്റക്കായല്ലോ വീഡിയോ. ഷീല മാം വീഡിയോ ഓഫ് ചെയ്തിട്ടൊന്ന് സംസാരിച്ചു നോക്കാമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ. ഇത്തിരി റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പുതിയ സ്ഥലത്ത്. ഓക്കെ, മനസ്സിലായി. മിറർ വർക്ക് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. അത് വ്യക്തമായിട്ട് മാം പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ഫ്രീ ആകും. നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വെന്റിലേറ്റ് ചെയ്യുമ്പം കുറെ കൂടെ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞില്ലാതെയായി ഒരു പുതിയ
ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ. തീർച്ചയായിട്ടും അതാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലും നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം ഇറക്കി കളയാൻ പറ്റും. എന്നിട്ട് പുതിയതായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പുതിയൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. മാക്സിമം ഞാനും ട്രൈ ചെയ്യും ഇന്ന് മുതൽ. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഷീല മാം. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. ഷീല മാം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രേറ്റ്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് പഠിക്കാം. ഇത് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് നമുക്ക് അതിലേക്ക് കടക്കാവുന്നതുമാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത്. ഓക്കെ, താങ്ക് യു ഷില മാം. താങ്ക് യു സോ മച്ച്. ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് ആദ്യം മോർണിംഗ്. ആദ്യം തന്നെ ഞാനൊരു സത്യം പറയട്ടെ, മാമിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് കിട്ടുന്നുണ്ട്. മാം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കും തോന്നണം അല്ലേ? നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ക്ലാസ്. അതായത് മിറർ വർക്കിനെ കുറിച്ച് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സ്വയം, അതായത് നമുക്ക് കോൺഫിഡന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതേ കേട്ടിട്ടുള്ളൂ. ഇതുപോലെ അതായത് നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ആശ്വാസവാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആശ്വാസവാക്കായിരിക്കില്ല മറ്റുള്ള ആളുകൾ പറയുക. അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിറർ വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഇപ്പോഴത്തെ ഈ തലമുറയിലെ കുട്ടികൾക്ക് അവര് അത് പല കാര്യങ്ങളിലും ഇപ്പൊ നമുക്കറിയാം, സൂയിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളല്ല എല്ലാവരും എന്താന്ന് വെച്ച് സ്ത്രീകളായാലും ആർക്കായാലും വരുന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അവര് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു ടൈമില് പറ്റുന്ന ഒരു കാര്യമാണ് ഈ മിറർ വർക്ക് എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ഞാൻ ചെയ്യാറുണ്ട് മിറർ വർക്ക് അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസവാക്ക് കിട്ടണം എന്നുള്ളത് ഒരു തോന്നുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്. നമ്മൾ ചിന്തിച്ചതല്ലല്ലോ അവര് ചിന്തിക്കുക. അപ്പൊ നമുക്ക് തന്നെ സ്വയമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഓക്കെയാണ്, ഞാൻ ചെയ്തെന്തായാലും ഓക്കെയാണ് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ മിറർ വർക്കിന്റെ കാര്യം എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാനും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രീത. താങ്ക് യു സോ മച്ച്. ഇപ്പൊ പ്രീത പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയാനുണ്ട്, ഇവരെന്താ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പെരുമാറുന്നതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അവര് പെരുമാറുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അത് നമുക്ക് സ്വാഭാവികമാണ്. നമ്മൾ കാരണം ഇതൊക്കെ പിന്നീട് തിരിച്ചറിയുന്ന കാര്യമാണ്. അപ്പൊ അതായത് നമ്മളോട് ക്ഷമിക്കാനോ നമ്മുടെ പലപ്പോഴും പെരുമാറ്റം നമ്മളെ ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. എന്തുകൊണ്ട് ഞാൻ അവരെ അങ്ങനെ അത്തരത്തിൽ ജഡ്ജ് ചെയ്തു? അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരെങ്ങനെയെങ്കിലും പറഞ്ഞോട്ടെ എന്നല്ല നമ്മൾ ചിന്തിച്ചത്. അതിനെ നമ്മൾ ജഡ്ജ് ചെയ്തു. ആ ജഡ്ജ്മെന്റിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആത്മാർത്ഥമായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഇത്തിരി നമുക്ക് ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു പ്രോസസ് ആണ്. അതിന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഉള്ള അത്രയും നമ്മുടെ അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. പുറമേയുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കുക. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥനകൾ. താങ്ക് യു. താങ്ക് യു പ്രീത മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാള് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. എന്താ എല്ലാരും ഉറങ്ങുക? ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ലൊരു ഹാപ്പിനെസ്. ഒരു 10-25 ആൾക്കാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇപ്പോ ക്ലാസ് കഴിഞ്ഞപ്പോ ഫീഡ്ബാക്ക് പറയാനുള്ള പേടി അല്ലെങ്കിൽ മടി കൊണ്ടായിരിക്കും 10 ആളുകൾ രാജിവെച്ച് പോയിട്ടുണ്ട്. അതെ. എല്ലാരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം. ഞാന് പുറത്തായിരുന്നു, ഇപ്പൊ കൊണ്ട് കാര്യമായിട്ടുള്ളൂ വീട്ടിക്ക്. അപ്പോ എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ്. പ്രവീണ മാമിനെ അറിയില്ല, നിസാർ മൂത്തേടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നിങ്ങളെ നാട്ടിലുള്ള. അയാൾ ഇതിന്റെ ആളാണ്. അതായത് ഒരാളെ ഫോട്ടോ കിട്ടിയാൽ മതി. ഒരാളെ ഫോട്ടോ കിട്ടിയാൽ ആ ഫോട്ടോ വെച്ചിട്ട് അയാളെ ഹീൽ ചെയ്യും. നമ്മളെ ഫോട്ടോ അയച്ചു കൊടുക്കണമെങ്കിൽ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് നമ്മളെ രോഗം സുഖപ്പെടുത്തുന്ന ആളാണ്. ആ ടെക്നിക്ക് ഇതാണ്. കണ്ണാടിയിൽ വെച്ചിട്ടാണ് പരിപാടി. കണ്ണാടിയിൽ ഒട്ടിച്ചിട്ട് ഹീൽ ചെയ്യണം. ഹീൽ ചെയ്യാറ് ഈ ഹീലിംഗ് പൊതുവേ എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിലുള്ള സാധനം മറ്റുള്ള ആൾക്ക് കൊടുക്കണം. അതായത് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ആ നെഗറ്റീവ് എനർജിക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഹീലിംഗ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് തന്നെ ചെയ്യാം.
നമ്മള് കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് സ്വയം ചെയ്യാം, അതുപോലെ മറ്റുള്ളവർക്കും ചെയ്യാം. അപ്പോൾ ആ പോസിറ്റീവ് എനർജിയാണ് സംഭവം. ആ പോസിറ്റീവ് എനർജി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുള്ള ജീവിത ശൈലിയിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ടോപ്പിക്കായിരുന്നു. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ മുമ്പും ചർച്ച ചെയ്തതാണ്. സെൽഫ് ടോക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽപ്പെട്ട മറ്റൊരു ഭാഗമായിരിക്കുന്നു ഇന്നത്തെ ഒരു ക്ലാസ്. താങ്ക് യു. താങ്ക് യു റസാഖ് സാർ. ഇത് റസാഖ് സാർ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇപ്പൊ ഈ പിന്നെ ഇവര് പറഞ്ഞതുപോലെ ലൂയിഹെ പറഞ്ഞത് എപ്പോഴും നമ്മുടെ കയ്യിൽ, നമുക്ക് എല്ലാവർക്കും ഒരു ബാഗോ പേഴ്സോ എന്തെങ്കിലും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഒരു കുഞ്ഞു മിറർ, ഇപ്പൊ പേഴ്സിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു മിറർ, അതിൽ നോക്കിയിട്ട് നമുക്ക് തോന്നണോ, ഒന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒന്ന് ലേറ്റ് ആയി നിന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൊന്ന് ഡൗൺ ആവും. ഉടനെ കണ്ണാടിയിൽ നോക്കിയിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ, നമുക്ക് വിഷയം ആക്കേണ്ട കാര്യമില്ല. അതിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഐ റിയലി 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 ലവ് യു എന്ന് പറഞ്ഞ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇഫക്റ്റ് വല്ലാത്തൊരു ഇഫക്റ്റ് ആണെന്ന് അവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ ബാഗിൽ എപ്പോഴും ഒരു മിറർ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുകയും ചെയ്യും. യാത്രയിലൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കും. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ചില സമയത്ത് ചിന്തിക്കുന്ന, അയ്യോ പിന്നെ കാറ്റൊക്കെ കൊണ്ടിട്ട് മുടിയൊക്കെ പറന്നു പോയി. ഇതാണ് നമ്മുടെ ചിന്ത വരുന്നത്. അയ്യോ ഞാൻ മേക്കപ്പ് ഇട്ടൊക്കെ ഒന്ന് കുറഞ്ഞു, എന്റെ കൺമഷി മറക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. അതിന് പകരം നമ്മെ നോക്കി നമ്മളിപ്പോ ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല, ഐ റിയലി 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 എന്ന് ഹൃദയം കൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കിക്കോ, നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ശ്രമിച്ചു നോക്കൂ, നമുക്കൊന്ന് ടാലന്റ് ആയിട്ട് എടുക്കാമെന്നേ. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പേര് എടുത്ത് വിളിക്കാത്ത കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഫീഡ്ബാക്ക് പറയാം. പറഞ്ഞിരുന്നോ? ദീപ സംസാരിച്ചാ? ഇല്ല. എനിക്കൊന്ന് അടുക്കളയിൽ ജോലിയിലാണെന്നുണ്ട്. ദീപ മാം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. ടു ഡു ലിസ്റ്റിൽ ചേർത്ത് ഞാൻ ഇതും കൂടി എന്നും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അടിപൊളി, നടക്കട്ടെ. നന്നായിട്ടുണ്ട്. വേറെ Okay. ജ്ഞാനം Thank you. സംസാരിച്ചോ? ആ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ആൾ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. ഞാനും ഇത് എന്തായാലും പ്രാക്ടീസ് ചെയ്യും. കാരണം രാവിലെ തന്നെ നല്ലൊരു കോട്ടും കേൾക്കാൻ പറ്റി. എന്തുവാ, ഐ എം ദി റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. താങ്ക് യു മാം. നല്ലൊരു മോട്ടിവേഷനും കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ എന്തായാലും സ്വന്തമായിട്ട് കൂടുതൽ സ്വയം സ്നേഹിക്കാൻ വേണ്ടി മിറർ ടോക്ക് എന്താ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ചും കൂടെ എന്തായാലും 21 days ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു മാം ഫോർ ദിസ് വണ്ടർഫുൾ സെക്ഷൻ. താങ്ക് യു. വെൽക്കം ജ്ഞാനം. താങ്ക് യു. നീ ആരാള്? താങ്ക് യു ജ്ഞാനം മാം. മുഫീദ? ഇനി നമ്മളെ മണി സാർ ഒന്നും പറഞ്ഞിട്ടില്ല. മത്സാരം ഉണ്ടാതിരിക്കണേ പറയും. എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ടേ? മാജിക് മോർണിംഗ്. നല്ല പ്രസന്റേഷൻ ആണ്, നല്ലൊരു ടോപ്പിക്കാണ്. നമ്മളെ മിറർ ടോക്കിന്റെ ഒരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് പറയാം. നല്ല ഒരു സംഗതിയാണ്. നമ്മളെ സെൽഫ് ഹീലിങ്ങിനെ പറ്റിയിട്ടും ഹീലിംഗ് നടത്താനും അതുപോലെ തന്നെ പ്രസന്റ് മൂമെന്റിൽ നമ്മളെ ലൈഫിനെ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു പ്രത്യേക തരം നല്ലൊരു ടെക്നിക്കാണ്. നമ്മൾ മിററിലേക്ക് സാധാരണ മിറർ ടോക്കിൽ പറയുന്ന അതേ അഫർമേഷൻ എല്ലാം തന്നെ നമ്മൾ ഇതിൽ കൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മളെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ടും ഹായ് മണി, ഐ റിയലി ലവ് യു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഉള്ളിൽ ആ ചേഞ്ചസ് അന്നേരം തന്നെ അനുഭവപ്പെടും. ഈ 21 daysന്റെ മുന്നേ തന്നെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ബെറ്റർ ആയിട്ട് വരുന്ന പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടാനും നമ്മളിലേക്ക് നല്ല പോസിറ്റീവ് എനർജി വരാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നത്. അതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. വെൽക്കം. ഇപ്പൊ ഇതിലൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ ടു ഡു ലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞു, ഞാൻ ഇതാ ഇവിടെ തുടങ്ങി എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കൈ കിട്ടിയ ഒരു പിന്നെ മിറർ എടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതിന്റെയൊക്കെ കണ്ടിന്യൂസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നാലെ കൂടിയാൽ കിട്ടുന്ന
ഒരു എന്താ പറയുക, ഒരു സന്തോഷവും ഒരു നമ്മുടെ സ്വയം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയും ഒക്കെ ഇരുന്ന് എനിക്ക് തീർച്ചയായിട്ടും ലഭിക്കും, ഉറപ്പാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ എന്തായാലും തുടങ്ങി കേട്ടോ, ഒരിക്കൽ അതെ ചെയ്തത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതെ, ഇവിടെ ഇപ്പോ ഞങ്ങള് കുറച്ച് ആളുകള് ഒന്ന് ഒരുങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മളെ ദിവ്യ മാമിന്റെ, ഷൈനി മാമിന്റെ ഒക്കെ കൂടെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഇങ്ങനെ ആ കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്താം, ഒരു Yes. ചലഞ്ചായിട്ട് ഉൾപ്പെടുത്താം. 7 days അതുപോലെ challenge. അതെ, അതേപോലെ തന്നെ നമ്മൾ ഈ പ്രവീണ പറഞ്ഞത് 21 days challenge. അതെ ഉം. 21 ചലഞ്ച്, 21 എന്നല്ല, ചലഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്. 21, 40 ഒക്കെ ആകാം. ഇതിലിപ്പോ വേറെ ഇതുണ്ട്. ഇപ്പൊ നമ്മള് ട്യൂണിനൊരു വിഷയമുണ്ട് അല്ലെ? ഇതിപ്പോ ഞാൻ പ്രവീണ മാമിനെ കണ്ടിട്ട്, ഹായ് പ്രവീണ മാം, ഇതൊരു ട്യൂണാണ്. നേരെ മറിച്ച് പ്രവീണ മാം, ഹായ് പ്രവീണ മാം, ഇത് വേറെ ട്യൂണാണ് അല്ലെ? അപ്പൊ ആ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം ഉണ്ട്, അതുകൂടി വന്നാല് കുറച്ചുകൂടി ഒന്നൊരു ഉഷാറാവും. നമ്മളെ കാണുമ്പോ നമുക്ക് കാണുന്ന അത്ഭുതം, ആ ഒരു ആവേശമൊക്കെ അങ്ങോട്ട് വരണം അല്ലേ, ഉള്ളിൽ നിന്നിട്ട്. താങ്ക് യു, എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ, പക്ഷെ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് തീർച്ചയാണ്. കാരണം നമ്മളിപ്പോ ഐ ലവ് യു പറയാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട്, കണ്ണാടി നോക്കി ഇത്ര പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പൊ എന്ത് മാറ്റം ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. കാരണം അത് അങ്ങനെയാണ്. അത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത് നമ്മൾ ഫീൽ ചെയ്ത് തുടങ്ങും. നമുക്ക് ചിലപ്പോൾ നമ്മളോട് വെറുപ്പ് തോന്നും, സങ്കടം തോന്നും, ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും, അത് ഉറപ്പാണ്. നമുക്ക് ദേഷ്യം തോന്നും, നമ്മളോട് തന്നെ ചിലപ്പോൾ ദേഷ്യം ഒക്കെ തോന്നും. എല്ലാം എഴുതി വെക്കുക, അതെന്തുകൊണ്ട് എന്ന് മാത്രം ചിന്തിക്കേണ്ട എന്നാണ് തുടക്കത്തിൽ അവർ നമ്മളോട് പറയുന്നത്. ലൂയിയെ പറയുന്നത് അതിനൊന്നും ജഡ്ജ്മെന്റിൽ ഇവിടെ സ്ഥാനമില്ല, ഈ ഒരു പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അത് ഓരോ ദിവസവും അഫർമേഷനിൽ അവർ മാറ്റങ്ങൾ ഇങ്ങനെ വെട്ടി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേർഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് പ്രിന്റ് എടുക്കാം. 10-21 ദിവസത്തെ അതിന്റെ എക്സ്പീരിയൻസ് അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. 21 ദിവസത്തെ പ്രിന്റ് എടുത്താൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഒരു ദിവസം നമുക്ക് ഒരു പുസ്തകം കിട്ടിയ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കണം എന്നൊരു തോന്നലാണ്. വേണ്ട, ഒരു ദിവസത്തെ ചിലപ്പോൾ 1-2 പേജേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ 2 പേജ് മാത്രം വായിക്കുക. രണ്ടാമത്തെ പേജിലേക്ക് രണ്ടാമത്തെ ദിവസം കടക്കുന്നതിന്റെ മുന്നേ തൊട്ട് തലേ ദിവസം രാത്രി വായിക്കുക. എന്നിട്ട് രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. കാരണം അത് ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുകൂടി ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും. കാരണം അങ്ങനെ വായിച്ചിട്ടാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്തത്. അത് ഡീറ്റെയിൽ ആയിട്ട് എന്റെ കയ്യിൽ ആ പുസ്തകം ഇപ്പോ ഇല്ല, എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞത്. നമുക്ക് അവൈലബിൾ ആണ്, പ്രിന്റ് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. ഓക്കെ എനിവേ താങ്ക് യു മണി സർ. അപ്പം ഏകദേശം എല്ലാവരും, പ്രസാദ് സാറും കൂടെ വന്നപ്പം എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു, ഏറെക്കുറെ ആളുകൾ അല്ലേ നമ്മളിവിടെ വിളിച്ച് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് നമ്മള് ഇപ്പോഴീ പഠിപ്പിച്ചത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താ പോരെ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, ഓരോ ദിവസവും നമുക്ക് അതിലേക്ക് ആ അഫർമേഷനിൽ മാറ്റം വരുന്നുണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പൊ ഷീല എന്നാണെങ്കിൽ, ഷീല ഐ റിയലി ലവ് യു. രണ്ടാമത്തെ ദിവസം പറയുന്നത്, നമുക്ക് രണ്ടാമത്തെ ദിവസം പറയുമ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഫീൽ ചെയ്യും. തീർച്ചയാണ്, ഓ ഇത് ഇന്നലെ പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ ഇത് തോന്നും, പിന്നെയും പറയുമ്പോൾ നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഷീല ഐ ആം വില്ലിങ് ടു ലവ് യു. നിന്നെ സ്നേഹിക്കാൻ നീ എന്തൊക്കെയാണെങ്കിലും, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഐ എം വില്ലിങ്, അത് ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. മൂന്നാം ദിവസം വരുമ്പോ അങ്ങനെയല്ല, ഷീല ഐ ആം വില്ലിങ് ടു ലേൺ ടു ലവ് യു. നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്, അതിലേക്ക് ഞാൻ പൂർണ്ണമായും തയ്യാറെടുക്കുകയാണ്. കണ്ടോ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു, കാരണം ഇത് ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക എന്നാണ് എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ ലഭ്യമല്ലെങ്കിലും അതിലേക്ക് ഇറങ്ങണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന്റെ വേർഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ.
ഓക്കെ 6:35 ആയിട്ടുണ്ട് കേട്ടോ. യെസ്, നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം അല്ലേ? ഇന്നിപ്പോ സ്വന്തം അനുഭവങ്ങൾ കൂടെ ചിട്ടപ്പെടുത്തിയ സ്വന്തം അനുഭവങ്ങൾ കൂടെ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മാം പറഞ്ഞു തന്നതെന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ. അതെ അതെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ പ്രവീണ മാം? ഓക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു മിറർ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രവീണ മാം ഷെയർ ചെയ്ത് തന്നു. അപ്പൊ ഒരുപാട് പേര് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരുപാട് പേരല്ല, എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരുപാട് പേര് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് മുതൽ ചെയ്തവരുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല എന്താ ഒരു ആശംസ നേരെയാണ്. ഈ ഒരു 21 days ചലഞ്ച് തന്നെ പറയാം. അപ്പൊ എല്ലാവരും അതിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത പ്രവീണ മാമിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. Thank you all. Thank you, ma'am.